നമസ്കാരം, വെട്ടന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം. കല്യാണം ഇനി വേറെ ലെവൽ. ബാസിദ് വെഡിംഗ് മാൾ, ബാസിദ് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ. മന്ദാരം പബ്ലിക്കേഷൻ ലിറ്ററേച്ചർ ഓഫ് ലവ് എന്ന സന്ദേശ ക്യാമ്പയിനും വാക്കുവരി പൂക്കുന്നു എന്ന സാഹിത്യകൃതിയുടെ പ്രകാശനവും സാഹിത്യ സംഗമവും കേരള സാഹിത്യ അക്കാദമി തൃശ്ശൂരിൽ നടന്നു. മന്ദാരം ഡയറക്ടറും എഴുത്തുകാരനുമായ റഷീദ് വെന്നിയൂർ ആമുഖ പ്രഭാഷണം നടത്തി. തെയ്യംപാട്ടിൽ ജ്വല്ലറിയിൽ നിന്നും വെറും 2% മുതൽ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. ഉടൻ തെയ്യംപാട്ടിൽ ജ്വല്ലറിയുടെ ഷോറൂം സന്ദർശിക്കൂ. മന്ദാരം ഡയറക്ടറും എഴുത്തുകാരനുമായ റഷീദ് വെന്നിയൂർ ആമുഖ പ്രഭാഷണം നടത്തി. വാക്ക് വരിപോക്കുന്നു എന്ന സാഹിത്യ പുസ്തകത്തെ കവി ഫ്രെഡി പൗലോസ് പരിചയപ്പെടുത്തി. സാഹിത്യ നിരീക്ഷക സത്യവതി മാരായത്ത് പുസ്തകം ഏറ്റുവാങ്ങി. ലിറ്ററേച്ചർ ഓഫ് ലവ് എന്ന പ്രചരണ സന്ദേശത്തെക്കുറിച്ച് ഡോക്ടർ മുഞ്ഞിനാട് പത്മകുമാർ സംസാരിച്ചു. സ്നേഹത്തിനു വേണ്ടിയുള്ള സാഹിത്യമാക്കണം ഓരോ എഴുത്തുകാരന്റെയും മനസ്സിൽ നിന്നുണ്ടാവേണ്ടത്. നന്മയും സ്നേഹവും കരുണയുമുള്ള ഒരു തലമുറയെ സാഹിത്യരംഗത്ത് വളർത്തിക്കൊണ്ടുവരണമെന്നാണ് മന്ദാരം ലക്ഷ്യമിടുന്നത്. കുറഞ്ഞ കാലം കൊണ്ട് 1000-ലേറെ സാഹിത്യ പ്രതിഭകളെയാണ് മന്ദാരം സാഹിത്യ ലോകത്തിന് സംഭാവന ചെയ്തിട്ടുള്ളത്. ലിറ്ററേച്ചർ ഓഫ് ലവ് എന്ന സന്ദേശം വിദ്യാർത്ഥികളിലേക്കും പകർന്നു നൽകുന്നതിനു വേണ്ടി സന്ദേശ ക്യാമ്പയിനും സാഹിത്യ സംഗമവും ഡിസംബറിൽ കോഴിക്കോട് സംഘടിപ്പിക്കും. വിദ്യാർത്ഥികൾക്ക് പുസ്തകങ്ങളിൽ എഴുതാനുള്ള അവസരവും അവരുടെ സ്കൂൾ, കോളേജ് ലൈബ്രറിയിലേക്കും സൗജന്യമായി പുസ്തകങ്ങൾ നൽകുമെന്നും മന്ദാരം ഡയറക്ടറും എഴുത്തുകാരനുമായ റഷീദ് വെന്നിയൂർ പറഞ്ഞു. ലോക കേരള സഭാംഗം PK കബീർ സലാല, കവി AT അബൂബക്കർ, പ്രൊഫസർ MG ചന്ദ്രശേഖരൻ, സബ് ഇൻസ്പെക്ടർ സുരേന്ദ്രൻ പുത്തമ്പുരയ്ക്കൽ, ഡോക്ടർ ക്ലാരിസ് ടോമി, കവികളായ അജിത് കുമാർ നാരായണൻ, യളവൂർ വിജയൻ, പാലോട്ട് ജയപ്രകാശ്, റൂബി ഇരവിപുരം, രമ്യ തുളസിദാസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ചലച്ചിത്ര താരം രമാദേവി, കവയത്രി നച്ചീറ ഷെരീഫ്, സാഹിത്യ നിരീക്ഷക സത്യവതി മാരായത്ത് എന്നിവരെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. എഴുത്തുകാരി ദീപ രാമചന്ദ്രന്റെ പ്രാർത്ഥനാഗാനത്തോടെ തുടക്കം കുറിച്ച പരിപാടിയിൽ കേരളത്തിന്റെ 14 ജില്ലകളിൽ നിന്നുമായി 100-ലേറെ കവികളും സാഹിത്യകാരന്മാരും പങ്കെടുത്തു. കവയത്രിമാരായ ഷീന മനോജ് സ്വാഗതവും ബീന K കുരുവട്ടൂർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക്.